അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തിൽ ചില ചിന്തകൾ കൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കേന്ദ്രീകരിക്കുമെങ്കിൽ, ദൈവിക കൽപ്പനകളെ പ്രമാണിച്ചുകൊണ്ട് അബ്രഹാം താൻ സ്നേഹിക്കുന്ന മകനെ യാഗമർപ്പിക്കാൻ മോറിയ മലകളിലേക്ക് കയറി ചെല്ലുമ്പോൾ അവസാന നിമിഷങ്ങളിൽ അബ്രഹാമേ എന്ന് ഒരു ഡബിൾ കോളിംഗ് വിളിച്ച് ഇടപെടുന്ന ദൈവിക ശബ്ദത്തെ നമുക്ക് തിരിച്ചറിയാൻ കഴിയും. ആ ശബ്ദത്തിലൂടെ ദൈവം വെളിപ്പെടുത്തിയ തൻ്റെ കരുതലുകളെ കാണാൻ കഴിയും. ചിലപ്പോൾ അങ്ങനെയാണെന്നേ, ദൈവിക ഇടപെടലുകൾ സംഭവിക്കുന്നത് ലാസ്റ്റ് മൊമെന്റിലാണ്. പലതിനു വേണ്ടി പ്രാർത്ഥിച്ച് ആഗ്രഹിച്ച് ദൈവത്തിനു വേണ്ടി നാം നിന്ന് സമർപ്പിച്ചു കൊടുക്കുമ്പോൾ പലതും ഇടപെടാൻ ലേറ്റ് ആകുമ്പോൾ, ഞങ്ങളുടെ ചില വിഷയങ്ങളിൽ ലേറ്റ് ആകുന്നത് ദൈവം തക്ക സമയത്ത് നിങ്ങളെ വിളിച്ച് ചില കരുതലുകളെ വെളിപ്പെടുത്താനാണെന്ന് മറക്കരുത്. എന്തൊക്കെയാണ് ദൈവം നിങ്ങൾക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്നതെന്ന് നിങ്ങൾ കണ്ടു തന്നെ ആസ്വദിക്കാൻ ദൈവം നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. അവൻ യാഗത്തിനു വേണ്ടി സകലതും ഒരുക്കി വെച്ച് ഭവനത്തിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് അവനോട് ദൈവത്തിന് ഇടപെട്ടില്ല. യാത്രയിൽ ദൈവത്തിന് ഇടപെട്ടില്ല. മല കയറുന്നതിന് മുൻപ് ദൈവത്തിന് സംസാരിക്കാമായിരുന്നു, ഇല്ലില്ല. യാഗമർപ്പിക്കാൻ ഇസഹാക്കിനെ കെട്ടുന്നതിന് മുൻപ് ദൈവത്തിന് ഇടപെടാമായിരുന്നു, പക്ഷെ ദൈവം ഇടപെട്ടില്ല. യാഗവസ്തുവായി ഇസഹാക്കിനെ കിടത്തി താൻ കരങ്ങളിൽ കത്തി ഉയർത്തുമ്പോൾ ഇടപെടുന്ന ഒരു ദൈവശബ്ദമുണ്ട്. അത് അന്നും ഇന്നും മാറിപ്പോയിട്ടില്ല. അവസാന നിമിഷങ്ങളിൽ ഇടപെടുന്ന ദൈവിക ശബ്ദങ്ങൾ ഇന്ന് നിങ്ങളുടെ കാതുകളിൽ, നിങ്ങളുടെ കണ്ണുകളിൽ വെളിപ്പെട്ടു വരട്ടെ. ഈ അബ്രഹാം ഉയർത്തുന്ന കത്തിയിൽ വെളിപ്പെടുന്ന ഒരു സാക്ഷ്യമുണ്ട്. ഞാൻ ഇവിടെ ഈ ഇസഹാക്കിനെ കൊണ്ടുവന്നത്, ഞാൻ ഈ മല കയറി വന്നത് അതൊരു പ്രഹസനമായിട്ടല്ല. ഐ ആം റെഡി ടു ഡു എനിത്തിങ് ഫോർ ദ വൺ ഹൂ കോൾ മീ. എന്നെ വിളിച്ചവന് വേണ്ടി, എന്നോട് ഇടപെട്ടവന് വേണ്ടി, എന്നെ വിളിച്ചിറക്കിയവന് വേണ്ടി എന്തും ചെയ്യാൻ ഞാൻ സന്നദ്ധനാണ് എന്നൊരു തിരിച്ചറിവാണ്, ഒരു സാക്ഷ്യമാണ് ആ ഉയർത്തിപ്പിടിക്കുന്ന കടാരയിൽ കൂടെ വെളിപ്പെട്ടു വരുന്നത്. ഇസഹാക്കിനെ യാഗം കഴിക്കാൻ തന്നെയാണ് അവൻ കൊണ്ടുവന്നത്. അതിനിടയിൽ ഒരു ഇടപെടൽ ഉണ്ടാകുമെന്ന് ചിന്തിച്ചിട്ടല്ല അവൻ മല കയറുന്നത്, അവൻ ഭവനത്തിൽ നിന്ന് ഇറങ്ങുന്നത്. ഇതുപോലെ ഒരു സമർപ്പണമാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നാം ദൈവത്തിന്റെ സ്നേഹിതരായി മാറുന്നത്, ദൈവം നമ്മെ സ്നേഹിക്കുന്നുവെന്ന് മനസ്സിലാക്കി കൊടുക്കേണ്ടത് ഇതുപോലെയുള്ള സമർപ്പണത്തിലൂടെയുള്ള പ്രതികരണങ്ങളിൽ കൂടെയാണ്. ഞാൻ സ്നേഹിക്കുന്നതിനെ ദൈവത്തിനു വേണ്ടി സമർപ്പിക്കാൻ ഞാൻ തീരുമാനമെടുക്കുമ്പോൾ അവൻ എന്നെ അതിലധികം സ്നേഹിക്കുമെന്നൊരു ഉറപ്പ് എനിക്കുണ്ട്. ചില സമയങ്ങളിൽ ലാസ്റ്റ് മൊമെന്റിൽ വെളിപ്പെടുന്ന ദൈവിക കരുതലുകൾ നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ കഴിയും. ദൈവം അബ്രഹാമിനോട് ഇടപെട്ട സമയം അബ്രഹാം ഭവനത്തിൽ നിന്ന് ഇറങ്ങുകയാണ്. ആർക്കും അറിയാത്ത ഒരു രഹസ്യം അവൻ ഹൃദയത്തിൽ സൂക്ഷിക്കുകയാണ്. ഭാര്യയ്ക്കറിയത്തില്ല, കൂടെ വരുന്ന ദാസന്മാർക്ക് അറിയത്തില്ല, ഇസഹാക്കിന് അറിയത്തില്ല. ദൈവത്തിനും അബ്രഹാമിനും മാത്രം അറിയുന്ന ഒരു സീക്രട്ടും ഉള്ളിൽ വഹിച്ചുകൊണ്ടാണ് അബ്രഹാം യാത്ര തുടങ്ങുന്നത്. ആ യാത്രയിൽ യാഗമർപ്പിക്കാൻ വേണ്ടി അബ്രഹാം നടന്നു നീങ്ങുമ്പോൾ അവന്റെ ഹൃദയത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അകത്തൊരു തീയായിട്ട് അബ്രഹാം ആ മല കയറുന്നത്, അവൻ യാത്രകൾ തുടങ്ങുന്നത്. എന്നാൽ തിരിച്ചിറങ്ങുന്നത് പോയതുപോലെയല്ല. ജീവിതത്തിൽ ഒരു തീയായി അവൻ കയറിയെങ്കിൽ ആ ഹൃദയത്തെ തണുപ്പിച്ചിട്ട ദൈവം അവനെ മലയിറക്കുന്നത്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയരെ, നിങ്ങളുടെ അകത്ത് എത്ര നീറുന്ന തീയാണെങ്കിലും അതിൻ്റെ മേൽ വെളിപ്പെടുന്ന ദൈവ സാന്നിധ്യത്തിൽ നിങ്ങളെ തണുപ്പിക്കുന്ന, ആശ്വസിപ്പിക്കുന്ന, ഉറപ്പിക്കുന്ന, സ്നേഹിക്കുന്ന ചില കരുതലുകൾ വെളിപ്പെടാൻ ഇന്ന് നിങ്ങൾ സമർപ്പിച്ചു കൊടുക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ആരും അറിയാതെ അനുഭവിക്കുന്ന രോഗങ്ങളാകാം, വേദനകളാകാം, മാനസിക പീഡനങ്ങളാകാം, വ്യതകളാകാം, ആരും അറിയില്ലെങ്കിലും അറിയുന്ന ഒരുവൻ നിങ്ങൾക്കുണ്ട്. ആ സാന്നിധ്യത്തിന് മുൻപിൽ ഏൽപ്പിച്ചു കൊടുക്കാമെങ്കിൽ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ അകത്ത് ചില ഡെലിവറൻസുകൾ നടക്കും. നിങ്ങളുടെ ശൂന്യതകൾ മാറും, നിങ്ങളുടെ ഹൃദയത്തിന്റെ തടിപ്പുകൾ മാറും. ഒരു സ്വാതന്ത്ര്യം നിങ്ങളിലേക്ക് ഒഴുകിയെത്തുന്നത് അനുഭവിച്ചറിയാൻ നിങ്ങൾക്ക് കഴിയും. പരിശുദ്ധാത്മാവിന്റെ ഒരു വലിയ സാന്നിധ്യം നിങ്ങളുടെ കണ്ണുനീരുകൾ തുടയ്ക്കട്ടെ. നിങ്ങളുടെ ഹൃദയത്തിൽ ആശ്വാസ വാക്കുകൾ, വചനങ്ങൾ പകർന്നു തരട്ടെ. ആരോടും പറയാൻ കഴിയാതെ അകത്ത് തീ പോലെ കൊണ്ടു നടക്കുന്ന ചിലതിന്മേൽ ദൈവിക കരങ്ങൾ ഇന്ന് വെളിപ്പെട്ടു വരട്ടെ. ദൈവത്തിന് വേണ്ടി സമർപ്പിക്കാമെന്ന് തീരുമാനമെടുത്ത് മകനെ നഷ്ടപ്പെടും എന്നൊരു ബോധ്യത്തോടു കൂടിയാണ് അവൻ കയറിയതെങ്കിൽ തിരിച്ചിറങ്ങുന്നത് നഷ്ടപ്പെടാത്ത മകനെ കൊണ്ട് മാത്രമല്ല, അവനെ സ്നേഹിക്കുന്ന, അവൻ അനുസരിക്കുന്ന ദൈവത്തിന്റെ കരുതലുകൾ പേഴ്സണലി എക്സ്പീരിയൻസ് ചെയ്തിട്ട് അവൻ മലയിറങ്ങുന്നത്. അബ്രഹാമിന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ഈ പോകുന്ന വഴിയിൽ ഇസഹാക്ക് അബ്രഹാമിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, അപ്പാ
തീയുണ്ട്, വിറകുണ്ട്, യാഗവസ്തു എവിടെ? മകനെ, ദൈവം കരുതിക്കൊള്ളും എന്ന് പറയുമ്പോഴും അവന്റെ ചങ്ക് തകർന്നുകൊണ്ട് അബ്രഹാം ഇത് പറയുന്നത്. എങ്കിലും ദൈവത്തിലുള്ള വിശ്വാസവും ആശ്രയവും അവൻ വിട്ടുകളഞ്ഞില്ല എന്നുള്ളതാണ് അബ്രഹാമിന്റെ ജീവിതത്തിലെ വിജയരഹസ്യം എന്ന് പറയുന്നത്. ഇസഹാക്കിനെ കുറിച്ച് ചിന്തിച്ചു നോക്കിക്കേ. അവൻ ഈ ചോദ്യം ചോദിക്കുമ്പോൾ താനാണ് യാഗവസ്തു എന്ന് അവൻ അറിയത്തില്ല. ഒടുവിൽ മലമുകളിൽ കയറി അവൻ യാഗവസ്തുവായി സമർപ്പിക്കുമ്പോൾ അവന്റെ സബ്മിഷൻ നിങ്ങളൊന്ന് ഓർത്തു നോക്കിക്കേ. അവനൊരു ആണല്ല, അവനൊരു ആനിമൽ അല്ല, അവൻ മനുഷ്യനാണ്. അവന് ചിന്തിക്കാൻ കഴിയും, അവന് പ്രവർത്തിക്കാൻ കഴിയും, അവന് പ്രതികരിക്കാൻ കഴിയും. അപ്പന്റെ വാക്കിന്റെ വിലയനുസരിച്ച് ദൈവസന്നിധിയിൽ സമർപ്പിച്ചു കൊടുക്കുന്ന ഒരു ഇസഹാക്കിനെ നമുക്ക് കാണാൻ കഴിയും. അവന്റെ സബ്മിഷന് പകരം ദൈവം അബ്രഹാമിനോട് പറഞ്ഞൊരു കാര്യമുണ്ട്. നീ സ്നേഹിക്കുന്ന നിന്റെ മകനെ യാഗമാക്കി തരാൻ നീ മടിക്കായകൊണ്ട് ഇനി ഒരു നേഷനെ, ജാതികളെ, രാജ്യത്തെ ഞാൻ അവനിലൂടെ അനുഗ്രഹിക്കുമെന്ന്. തലമുറകളുടെ മേൽ ഒരു അനുഗ്രഹം വന്നു വീഴാൻ എന്നെ ശ്രദ്ധിക്കുന്ന മാതാപിതാക്കളെ, നിങ്ങളുടെ അനുസരണത്തിലൂടെ, നിങ്ങളുടെ പക്വതയിലൂടെ, നിങ്ങളുടെ ദൈവസ്നേഹത്തിലൂടെ നിങ്ങളുടെ തലമുറകൾ നിങ്ങളെ കണ്ട് വളരട്ടെ. ആ തലമുറകളും കീഴ്പ്പെടുന്നവരായി അവരുടെ സബ്മിഷനുകൾ, അവരുടെ താഴ്മ, അവരുടെ വിനയം ദൈവം മുൻപാകെ അനുസരണത്തോടെ കാണിക്കാൻ അത് ഒരു നിയോഗമായി മാറട്ടെ. എല്ലാ തിരിച്ചറിവും എല്ലാ ബോധ്യവും ഉള്ളതുകൊണ്ട് ഇസഹാക്ക് ചോദിക്കുന്നത് യാഗവസ്തു എവിടെയെന്ന്. തിരിച്ചറിവുകളും അറിവും പ്രാപ്തിയും കഴിവുള്ളവൻ താനാണ് യാഗവസ്തു എന്ന് അറിയുമ്പോഴും സമർപ്പിച്ചു കൊടുത്ത ആ ഒരു മനോഭാവത്തിലേക്ക്, ആ ഒരു ആറ്റിറ്റ്യൂഡിലേക്ക് നമുക്ക് വരാൻ കഴിയട്ടെ. അവിടെയാണ് ദൈവിക ഇടപെടലുകൾ പലപ്പോഴും നമുക്ക് കാണാൻ കഴിയുന്നത്. അനുസരണത്തിൽ ദൈവം പ്രസാദിക്കുമ്പോൾ ഇസഹാക്ക് പിന്നീട് ഒരു ചാനലായി മാറുകയാണ്. ഒരു വലിയ ബ്ലെസ്സിങ്ങിന്റെ, രാജ്യത്തെ, ദേശത്തെ, അബ്രഹാമിന്റെ സന്തതികളെ അനുഗ്രഹിക്കുന്ന ഒരു ചാനലായി ഇസഹാക്കിൽ നിന്ന് ഒരു സോഴ്സ് തുറന്നു വിടുന്നത് നമുക്ക് കാണാൻ കഴിയും. നമ്മുടെ തലമുറകളും ഇതുപോലെ അനുഗ്രഹിക്കപ്പെട്ട അനുഭവങ്ങളിലേക്ക് മാറാൻ നമ്മളൊരു കാരണമായി തീരട്ടെ. നമ്മളെ കണ്ട് അവർ വളരട്ടെ, നമ്മളെ കണ്ട് അവർ ജീവിക്കട്ടെ. നമ്മുടെ അനുസരണം കൊണ്ട് അവർ ദൈവത്തിന്റെ ഒരു ചാനലായി, സാക്ഷ്യമായി തലമുറകൾക്ക് അനുഗ്രഹമായി മാറട്ടെ. അബ്രഹാം ഈ മലകയറിപ്പോയത് ഒരു പ്രഹസനമായിട്ടൊന്നുമല്ല. അവന് ദൈവത്തിലുള്ള വിശ്വാസവും അനുസരണവും ഒന്നുകൊണ്ട് മാത്രമാ അവൻ ഈ കഷ്ടപ്പാടുകൾ സഹിച്ചും ദൈവം പറഞ്ഞ പ്രവൃത്തികൾ ചെയ്യാൻ അവൻ ബാധ്യസ്ഥനായി മാറിയത്. ദൈവം നമ്മളെക്കുറിച്ചും ആഗ്രഹിക്കുന്നത് നമ്മളിൽ നിന്നും പുറത്തു വരുന്ന ആക്ഷൻ അല്ല, നമ്മുടെ ആറ്റിറ്റ്യൂഡാണ്. അവൻ ഒരു പ്രഹസനമായിട്ട് കത്തി ഉയർത്തുകയോ, അവനൊരു പ്രഹസനമായിട്ട് യാഗപീഠം പണിയുകയോ, യാഗവസ്തുവായി ഇസഹാക്കിനെ കൊണ്ട് കിടത്തുകയോ ഒന്നുമല്ല ചെയ്യുന്നത്. അവൻ സബ്മിഷനോടുകൂടെ തന്നെ, മറ്റൊന്നും ചിന്തിക്കാതെ, താൻ സ്നേഹിക്കുന്ന, തന്നെ വിളിച്ചിറക്കിയ ദൈവത്തിന് മുൻപാകെ അവനെ തന്നെ സമർപ്പിച്ചു കൊടുത്തുകൊണ്ടാണ് കടാര ഉയർത്തുന്നത്. ആ ഉയർത്തുന്ന കടാരയിൽ വെളിപ്പെട്ട സത്യമാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. അവനെ കൊല്ലുവാൻ തന്നെയാണ് അവൻ കത്തി ഉയർത്തിയതെങ്കിൽ ദൈവം പറഞ്ഞതനുസരിക്കാൻ ഞാൻ അത്രമാത്രം ബാധ്യസ്ഥനാണെന്ന് അവന് ബോധ്യം വരുന്നത് ദൈവത്തോടുള്ള അവന്റെ ആ സ്നേഹവും ബന്ധവുമാണ്. ആ ബന്ധത്തിലേക്ക് ഇന്ന് നിങ്ങൾക്ക് വരാൻ കഴിയുമെങ്കിൽ അബ്രഹാമിന്റെ തലമുറയുടെ അവകാശമായി നിങ്ങൾക്ക് മാറാൻ കഴിയും. അബ്രഹാമിനെ പോലെ പ്രഹസനമായിട്ടല്ല, ആത്മാവിൽ ആഴമായി ഹൃദയത്തിൽ നിന്ന് അനുസരിപ്പാനും സ്നേഹിപ്പാനും ആത്മീകമായ അനുഭവങ്ങളെ പങ്കിടുവാനും ദൈവം നമ്മെ സഹായിക്കട്ടെ. മറ്റുള്ളവർ യാഗം കഴിക്കാൻ വരുന്നുണ്ട്, മറ്റുള്ളവർ ദൈവത്തെ അനുസരിക്കുന്നുണ്ട്, മറ്റുള്ളവർ ചെയ്യുന്നുണ്ട്, അതുകൊണ്ടല്ല ഞാൻ ചെയ്യുന്നത്. ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് എൻ്റെ ലൈഫിൽ സംഭവിക്കണമെങ്കിൽ ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പ് എൻ്റെ ലൈഫിൽ ഉണ്ടാകണമെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ദൈവവുമായുള്ള ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പാണ് എൻ്റെ ജീവിതത്തിൽ ദൈവവുമായുള്ള പേഴ്സണൽ എൻകൗണ്ടറുകൾ, ദൈവിക കരുതലുകൾ എൻ്റെ ലൈഫിൽ അനുഭവിച്ചറിയാൻ എനിക്ക് കഴിയുന്നത്. അങ്ങനെ ദൈവം അവൻ കടാര ഉയർത്തുന്നത് വരെ, ലാസ്റ്റ് മൊമെന്റ് വരെ ദൈവം വെയിറ്റ് ചെയ്തു. അവൻ അനുസരിക്കുമോ, അവൻ പിന്തിരിഞ്ഞു പോകുമോ, അവൻ അനുസരിക്കുമോ, എൻ്റെ കൂടെ നിൽക്കുമോ? ദൈവത്തിന് തെറ്റുപറ്റിയില്ല. അബ്രഹാമിനെ കുറിച്ചുള്ള ദൈവത്തിന്റെ വിശ്വാസത്തിന് തെറ്റുപറ്റിയില്ല. അവൻ കുഞ്ഞിനെ കൊല്ലുവാൻ വേണ്ടി, യാഗമർപ്പിപ്പാൻ വേണ്ടി കടാര ഉയർത്തുമ്പോൾ ദൈവം സംസാരിക്കുകയാണ്, അബ്രഹാമേ, അബ്രഹാമേ, ബാലന്റെ മേൽ കൈവെക്കരുത്. ജീവിതത്തിൽ നിങ്ങൾക്കിതുപോലൊരു സബ്മിഷൻ, നിങ്ങൾക്കിതുപോലെ ഒരു ഒബീഡിയൻസ് കാണിക്കാൻ കഴിയുമെങ്കിൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ തുടങ്ങും. ആർക്കും വെളിപ്പെടാത്തതുപോലെ, ആർക്കും ലഭിക്കാത്തതുപോലെ ചില കരുതലുകൾ നിങ്ങൾക്ക് വേണ്ടി ദൈവം വെളിപ്പെടുത്തി തരും. ചരിത്രത്തിൽ ഇടം പിടിക്കുന്ന നിലയിലേക്ക്, ചരിത്രത്തിൽ എഴുതി വെക്കുന്ന നിലയിലേക്ക് നിങ്ങളുടെ ജീവിതത്തിന്റെ അനുഭവങ്ങളും കരുതലുകളും പുറത്തു വരാൻ വേണ്ടി ആഗ്രഹിക്കുന്നുവെങ്കിൽ ഒരു അബ്രഹാമിനെ പോലെ, ഒരു ഇസഹാക്കിനെ പോലെ സമർപ്പിച്ചു കൊടുപ്പാനും അനുസരിപ്പാനും നിങ്ങൾക്ക് കഴിയട്ടെ. വെയിറ്റ് ആൻഡ് സീ. ലാസ്റ്റ് മൊമെന്റിൽ വെളിപ്പെടുന്ന ദൈവിക പ്രവർത്തനം
പ്രവർത്തികൾ, ചില കരുതലുകൾ, ചില നന്മകൾ, ചില അത്ഭുതങ്ങൾ, വിടുതലുകൾ നിങ്ങളുടെ ലൈഫിലും അനുഭവിച്ചറിയാൻ അത് വലിയ സാക്ഷ്യമായി മാറാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. താൻ സ്നേഹിക്കുന്ന ഈ ഇസഹാക്കിനെ ലഭിക്കുന്നതിന് മുൻപ് 3 ദൂതന്മാർ അവന്റെ വീട്ടിൽ വരുമ്പോൾ അവരെ സ്വീകരിക്കുമ്പോൾ തിരിച്ചു പോകുന്നതിന് മുൻപ് അതിലൊരുവൻ അബ്രഹാമിന് കൊടുക്കുന്ന ഒരു അപ്പോയിന്റഡ് ടൈം, അടുത്ത വർഷം ഇതേ സമയമാകുന്നതിന് മുൻപ് നിനക്ക് ഒരു സന്തതി ജനിച്ചിരിക്കും. ഇതുപോലെ ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ ചില അപ്പോയിന്റിങ് ടൈം നിങ്ങളുടെ ലൈഫിൽ വെളിപ്പെട്ടു വരട്ടെ. ഇതുവരെ നടക്കാത്ത വർഷങ്ങളുടെ കാത്തിരിപ്പുകളുടെ പരിണിത ഫലം എന്ന നിലയിൽ ഈ വചനം കേൾക്കുമ്പോൾ ചില ഡെലിവറൻസുകൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ. ഇന്ന് ദൈവം നിങ്ങളുടെ ലൈഫിൽ ചില ഡേറ്റുകൾ കുറിച്ചിടട്ടെ. അടുത്ത വർഷം ഇതേ സമയം ആകുന്നതിന് മുൻപ് നിങ്ങൾ ആഗ്രഹിച്ച ഡെലിവറൻസുകൾ നടന്നിരിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ സൗഖ്യം ലഭിച്ചിരിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്മേൽ മറുപടി കണ്ടിരിക്കും. ഇതൊരു ഉറപ്പായി സ്വീകരിപ്പാൻ ദൈവം നിങ്ങളുടെ ഹൃദയത്തെ തുറക്കട്ടെ. അബ്രഹാമിന്റെ ജീവിതത്തിൽ ഇടപെട്ട ദൈവിക ശബ്ദങ്ങൾ, സാന്നിധ്യങ്ങൾ നിങ്ങളുടെ ലൈഫിലും നിങ്ങളുടെ കുടുംബത്തിലും അനുഭവിച്ചറിയുവാൻ ദൈവം സഹായിക്കട്ടെ. അബ്രഹാമിനെയും അവന്റെ തലമുറയെയും അനുഗ്രഹിച്ച ദൈവിക കരുതലുകൾ ഇന്ന് ഇത് കേൾക്കുന്ന നിങ്ങളുടെ ഭവനങ്ങളിൽ നിറഞ്ഞു വരട്ടെ. മാതാപിതാക്കളെയും തലമുറകളെയും അനുഗ്രഹിച്ച് നിങ്ങൾ അനേകർക്ക് അത്ഭുതമാകുന്ന നിലയിലേക്ക് ദൈവം സാഹചര്യങ്ങളെ തിരിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് ചിലതൊക്കെ ലേറ്റ് ആകുന്നത് നന്മയ്ക്കാണ്, ചിലതൊക്കെ തടയപ്പെട്ടിരിക്കുന്നത് ദൈവത്തിന്റെ പ്രൊവിഷൻ വെളിപ്പെട്ടു വരാനാണ്. നിങ്ങൾ കേൾക്കും ഒരു വിളി, നിങ്ങൾ അനുഭവിക്കും അവന്റെ ഒരു കരുതൽ. അതിനുവേണ്ടി സമർപ്പിച്ചു കൊടുക്കുക. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. നല്ല സാക്ഷ്യങ്ങളും നല്ല അനുഭവങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നൽകി തരട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു, ആഗ്രഹിക്കുന്നു. എല്ലാവിധ അനുഗ്രഹങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ.